49, ഇങ്ങനെ നാം ഒരു വായിക്കുന്നു, പ്രൈസ് ഗോഡ്. ഐ മീൻ ആകാശത്തോളം ഉയർന്നിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനായി പോയാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാകുന്നു എന്ന്. The man who is lifted high, if he has no understanding and knowledge, he is like an animal that perisheth. That's what I meant is, praise God, we also as living creatures, we just are not people who are looking around for food. We are not people who are looking around for some kindness, but also there's a factor that we need to know that we want love. Amen. നമ്മൾ സ്നേഹം ആഗ്രഹിക്കുന്നവരാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രൈസ്. കഴിക്കാനൊന്നും കിട്ടിയില്ലെങ്കിലും പ്രൈസ് ഗോഡ്. ഐ മീൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു നന്മയും ഒരു അനുഗ്രഹവും കിട്ടിയില്ലെങ്കിലും തമ്മിൽ നമുക്ക് സ്നേഹിപ്പാൻ കഴിയുമെങ്കിൽ, if we can love each other, that will be the greatest thing. It's not about giving, it's not about taking, but we need to show some affection and love. ആ സ്നേഹമാണ് പ്രൈസ് ഗോഡ്, ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച സ്നേഹമാണ് നാം എന്ത് ചെയ്യുന്നത്, മറ്റുള്ളവരിലേക്ക് പകരുന്നെന്നുള്ളത് ഇന്ന് പോയക്കാലം നാം മറന്നു പോകല്ലേ. You and I are able to love because God loved us. In Gospel of John 16 we see that, praise God. നാം അവനെ സ്നേഹിച്ചതല്ല, we did not love him, but rather he loved us. അവൻ നമ്മളെ എന്ത് ചെയ്തു, സ്നേഹിച്ചു. അവൻ നമ്മളെ സ്നേഹിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ നാം മറ്റുള്ളവരെ കൂടെ സ്നേഹിക്കണം, പ്രൈസ് ഗോഡ്, so that we will be able to love other people, praise God. ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, കർത്താവേ, ദൈവമേ, ഞാൻ നിന്നെ യഹോവ എൻ്റെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു, പ്രൈസ് ലോർഡ്. I love the Lord because he hears my voice and my supplication. എനിക്ക് ആഹാരം തന്നതുകൊണ്ടല്ല, എനിക്ക് കിടക്കാനായിട്ട് പാർപ്പിടം തന്നതുകൊണ്ടല്ല, ഇതെല്ലാം നമുക്ക് ദൈവം തരുന്നുണ്ടെങ്കിലും പ്രൈസ് ഗോഡ്, ഐ മീൻ നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ യാചനകൾക്ക് ചെവി തരുന്ന ദൈവമുണ്ട്. There's a God who listens and inclines his ears to our prayer and our supplications. And many times as children of God we have experienced that answer in our life, praise God. I mean ആ വിടുതൽ, ആ മറുപടി ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ, ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ ഒക്കെയും അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ടു എന്നുള്ളതിൻ്റെ പ്രൈസ് ഗോഡ്, ഐ മീൻ ആ നന്ദിയായിട്ടാണ് നാം ദൈവത്തെ എന്ത് ചെയ്യുന്നത്, സ്നേഹിക്കുന്നത്, പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഇന്ന് പോയക്കാലം ജീവിതത്തിൽ എന്തെങ്കിലും കർത്താവ് എനിക്ക് വേണ്ടി ഒരു നന്മ ചെയ്തിട്ടുണ്ട്, if God has done a benefit, if God has done a goodness, if God has done heard your prayers and your supplications, നമ്മുടെ കരങ്ങൾ ഉയർത്തുന്ന ദൈവത്തെ സ്തുതിക്കാം. കർത്താവിനോട് പറയാം, Lord, I love you because you have heard my prayers, praise God. താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, പ്രൈസ് ഗോഡ്, കണ്ണുനീരിൽ നിന്ന് വിടുവിച്ചു, പ്രൈസ് ഗോഡ്. He delivered my eyes from tears, he delivered my feet from falling, my soul from Sheol, praise God. പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. അനേകരെ മരിച്ച് മൺമറഞ്ഞ് പോകുമ്പോൾ ഇന്ന് പോൽക്കാലം ദൈവവൈതലേ നമ്മളെ ജീവനോടെ ദൈവം എന്ത് ചെയ്തിരിക്കുക, പ്രൈസ് ദി ലോർഡ്. ഹി ഹാസ് ഗിവൻ us life, പ്രൈസ്. നാളെ എന്നുള്ളത് നമുക്കുള്ളതല്ല എന്നുള്ളത് ഇന്ന് പകൽക്കാലം നാം തിരിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുവാൻ. അതുകൊണ്ട് പിന്നെ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു, പ്രൈസ് ഗോഡ്, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും പകരമായി ഞാൻ അവന് അപ്പം ലഭിക്കുക മാത്രമല്ല ദൈവത്തിന് കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഫോർ us to receive but also give, praise God. I mean ഈ മേടിക്കുക only the people who always are asking to give അവരെ നമ്മൾ വിളിക്കുന്നത് എന്താ, ഭിക്ഷക്കാരനല്ലയോ. we call them beggars because they don't give you anything. And they don't even want to, they don't think about giving. They always think that they are lacking and somebody needs to give them all the time. എപ്പോഴും കൊടുക്കുക. നല്ലിന്ന് പോയക്കാലം പ്രൈസ് ലോർഡ്, ഐ മീൻ ദൈവമക്കളായിരിക്കും നമ്മൾ ദൈവത്തിൽ നിന്ന് ചിലതൊക്കെ മേടിക്കുന്നവരായിട്ട് മാത്രമല്ല യാചിക്കുക എന്നുള്ളത് പ്രൈസ് ഗോഡ് ദൈവവചനത്തിന്റെ ഒരു പ്രമാണമാണ്. We can ask and we can make supplications, we can actually beg, we can beseech. ആ പദങ്ങളൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന പ്രൈസ് ഗോഡ്. ഇതെല്ലാം നമുക്ക് ചെയ്യുവാനായിട്ടുള്ള ആ പദവി ദൈവം തന്നിട്ടുണ്ടെങ്കിലും പ്രൈസ് ദി ലോർഡ് ഇന്ന് പകൽക്കാലം ലഭിച്ച നന്മകൾക്കനുസരിച്ച് ദൈവമക്കളായിരിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം, പകരം അവന് കൊടുക്കണം. കൊടുക്കുവാൻ എന്തുവാ നമുക്കുള്ളത്, പ്രൈസ് ഗോഡ്. നാം എന്തു കൊടുത്താലാ ദൈവത്തിന് മതിയാകുന്നത്? What is it that we can give God that will satisfy God?
Praise the Lord. Amen. The cattle on the 1,000 fields are mine. Praise the Lord. കുന്നുകളിൽ മേഞ്ഞോണ്ടിരിക്കുന്ന 1000 ആടുകൾ എന്റേതാണ്. ഞാൻ വിശന്നാൽ നിങ്ങളോട് ചോദിക്കത്തില്ല, ദാഹിച്ചാൽ നിങ്ങളോട് ചോദിക്കത്തില്ല. If I hunger, I will not ask you. If I thirst, I will not ask you. But what is it that God wants from us? എന്താണ് ദൈവം നമ്മളിൽ പ്രതീക്ഷിക്കുന്നത്? എന്താണ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്? Praise the Lord. Hallelujah. 29-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു. Psalms 29. Praise God. അവന്റെ നാമത്തിന് തക്ക മഹത്വം അവൻ എന്ത് ചെയ്യണം? കൊടുക്കണം. Praise the Lord. We have to give him glory that is due unto his name. Praise the Lord. ഇന്ന് പകൽക്കാലം ദൈവവൈതലെ ദൈവത്തെ ആരാധിക്കുവാൻ നാം കടന്നു വന്നിരിക്കുമ്പോൾ ജീവിതത്തിൽ നന്മകൾ പ്രാപിച്ചത്, ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ചത്, രോഗസൗഖ്യം പ്രാപിച്ചത്, വിടുതൽ പ്രാപിച്ചത്, അനുഗ്രഹം പ്രാപിച്ചത്, ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു ദൈവവൈതല് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവത്തിൽ കടന്നു വന്ന് വെറുതെ വന്നിട്ട് വെറുതെ പോകുവാനല്ല, എന്നാൽ പ്രാപിച്ച നന്മകള് ഇന്ന് പകൽക്കാലം സ്തോത്രമെന്ന് യാഗമാക്കി അത് ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ hallelujah praise God, you will have to transform all the blessings that you have received into a sacrifice of praise, and we can offer it back to the Lord. Amen. Praise the Lord. Hallelujah. 12-ാം വാക്യം അതല്ലേ പറയുന്നത്, what can I render to the Lord? നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് ആമേൻ, കർത്താവേ ഞാൻ നിനക്ക് പകരം എന്ത് ചെയ്യും? ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് ആമേൻ, നമ്മുടെ സമ്പത്ത് കൊണ്ടോ നമ്മുടെ ആരോഗ്യം കൊണ്ടോ പ്രൈസ് ദി ലോർഡ് ആമേൻ, നമ്മുടെ ചുറ്റുപാട് കൊണ്ടോ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ പ്രൈസ് ദി ലോർഡ് ഒന്നും എന്ത് ചെയ്യാൻ ഒക്കത്തില്ല, ദൈവത്തെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഒക്കത്തില്ല. എന്നാൽ ദൈവം എവിടെയാണ് പ്രസാദിക്കുന്നത്? തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവം എന്ത് ചെയ്യുന്നില്ല. Amen. A broken and contrite spirit, O Lord, you will not refuse. ഇന്ന് പകൽക്കാലം തകർച്ചയോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ യാഗം അർപ്പിക്കുന്ന ദൈവവൈതല് ആമേൻ ഹല്ലേലൂയ നമ്മുടെ യാഗാർപ്പണത്തിൽ ദൈവം പ്രസാദിക്കട്ടെ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് നമ്മൾ ദൈവത്തെ അല്പസമയം സ്തുതിക്കാം. ആരും മൗനമായിട്ടിരിക്കാതെ ദൈവം ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ കർത്താവിനെ അല്പസമയം സ്തുതിച്ചാൽ, അവന്റെ ഉപകാരങ്ങളെ ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിച്ചാട്ട് എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കല്ല്. Bless the Lord, oh my soul, bless the Lord and all that is within me, and forget not all his benefits. Praise the Lord. നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ നന്ദിയോടെ ദൈവത്തിന് പാടുവാൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എല്ലാവരും അല്പസമയം ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ഇന്ന് പകൽക്കാലം ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. Judava Shandara Dikara Baba Andar Kara Judabalava Saidadarabasi. Hallelujah, glory to God. Lift up your head and look around. Hallelujah, glory to God.